അയോധ്യയിലേക്കുള്ള യാത്ര. തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന രാമനോട് വിഭീഷണൻ പറയുന്നുണ്ട്, ഇന്നിവിടെ തങ്ങി തൻ്റെ സൽക്കാരവും സ്വീകരിച്ച് അടുത്ത ദിവസം അയോധ്യയിലേക്ക് പോകാമെന്ന്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഭരതൻ തന്നെയും കാത്ത് അയോധ്യയിൽ കഴിയുകയാണെന്നും ആദി പൂണ്ട് അവനവിടെ കാത്തിരിക്കുമ്പോൾ അവൻ സ്വീകരിക്കാത്തതൊന്നും താനും സ്വീകരിക്കില്ല എന്നും അവനോട് കൂടിയേ താൻ എന്തിനുമുള്ളൂ എന്നും 14 വർഷം കഴിഞ്ഞ് ഒട്ടുനേരം കഴിഞ്ഞാൽ അവൻ അഗ്നിയിൽ ചാടി ജീവൻ ഒടുക്കുമെന്നും തൻ്റെ മുന്നിൽ ഒരു ദിവസമേ ഉള്ളൂവെന്നും സമയമൊട്ടില്ല, ഇപ്പോൾ തന്നെ പോകണമെന്നും വിഭീഷണനോട് ശ്രീരാമൻ അറിയിക്കുന്നു. തന്നെ സ്വീകരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ മർക്കട വീരന്മാരെ സൽക്കരിച്ചോളൂവെന്നും അവർ പ്രീതരായാൽ താനും പ്രീതനാകുമെന്നും ശ്രീരാമൻ അറിയിക്കുന്നു. എന്നാൽ അയോധ്യയിലേക്കെത്താൻ താൻ പുഷ്പക വിമാനം നൽകാമെന്ന് വിഭീഷണൻ അറിയിക്കുന്നു. പോകും മുൻപ് വിഭീഷണനോട് ലങ്കയും സുഗ്രീവനോട് കിഷ്കിന്ധയും ഭരിച്ചു വാഴുക എന്ന് ശ്രീരാമൻ അനുഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വിഭീഷണൻ തങ്ങൾക്കും കൂടെ വരാൻ താല്പര്യമുണ്ടെന്നും പട്ടാഭിഷേകം കഴിഞ്ഞ് മടങ്ങി വന്നോളാമെന്നും അറിയിക്കുന്നു. തനിക്കതിൽ സന്തോഷമേയുള്ളൂ എന്ന് ശ്രീരാമൻ അറിയിക്കുന്നു. ശേഷം വിഭീഷണൻ, സുഗ്രീവൻ, വാനര സൈന്യം തുടങ്ങിയവർ അടങ്ങുന്ന ഒരു സംഘം പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് പോകുന്നു. ശ്രീരാമൻ സീതയെ തന്നോട് ചേർത്തിരുത്തി പോകും വഴി ഓരോ സ്ഥലങ്ങൾ കാട്ടിക്കൊടുക്കുന്നു. ലങ്കയുടെ സൗന്ദര്യം, സേതു ബന്ധിച്ചത്, രാമേശ്വരം, വിഭീഷണൻ തന്നെ ശരണം പ്രാപിച്ച ഇടം, കിഷ്കിന്ധ ഒക്കെ കാട്ടിക്കൊടുക്കുന്നു. എന്നാൽ കിഷ്കിന്ധയിലെത്തിയതും താര, രുമ, പിന്നെയുള്ള വാനരന്മാരുടെ പത്നിമാർ തുടങ്ങിയവരെ കൂടി കാണാമെന്നും അവരെയും കൂടെ കൂട്ടാമെന്നും സീത പറയുന്നു. ഭർത്താവിനെ പിരിഞ്ഞ ദുഃഖം തന്നോളം അറിയുന്ന മറ്റാരും ഉണ്ടാകില്ല എന്നും അവൾ പറയുന്നുണ്ട്. ശ്രീരാമൻ്റെ ഇംഗിതം മനസ്സിലാക്കി പുഷ്പക വിമാനം താണു. ഇരു പത്നിമാരെയും വാനര സ്ത്രീകളെയും കൊണ്ടുപോകുന്നുണ്ട് അയോധ്യയിലേക്ക്.